ഹായ്, ഞാൻ കഴിഞ്ഞ ദിവസം ഈ സെയിം തമ്പനയിലിട്ടിട്ട് കഴിഞ്ഞിടക്കട്ട ഒരു വീഡിയോ ഇട്ടിരുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്തതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതൊരു മെസ്സേജ് തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് മുന്നേ എൻ്റെ വീട്ടിൽ നടന്നൊരു മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു തമ്പനയിലിട്ടിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ അത് ആദ്യം ഒന്ന് കണ്ടിട്ട് പോകാം, എന്നിട്ട് ഞാൻ അതിൻ്റെ കാര്യം ഞാൻ പറയാം. നിങ്ങളിത് കണ്ടോട്ടാ, ഈ ഓട്ടോറിക്ഷ റിവേഴ്സ് എടുത്തിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. കാരണം ഗേറ്റ് തുറന്ന് നടക്കണമായിരുന്നു. ആ മെഷീൻ ഇവർ കണ്ടു കാണാം. അവിടെ ഞാൻ ബൈക്ക് വെക്കണോടത്തൊരു മെഷീൻ ഉണ്ട്. പിന്നെ അകത്ത് അമ്മ യൂസ് ചെയ്യണതുണ്ടായി. പിന്നെ അവരുടെ മര്യാദയൊക്കെ ആദ്യം നോക്കുമ്പോൾ പക്കയുണ്ട്. അവർ അകത്തേക്ക് കയറാണ്ട് അവിടെ നിന്നിട്ട് ആളെയൊക്കെ വിളിച്ചിട്ടാണ്. പക്ഷെ അതിന് ശേഷം ആ മെഷീനെ ആൾ കണ്ടു. ഈ മുണ്ടെടുത്തേക്കണവനാണ് ടീൻ്റെ ആൾ. ആ മെഷീൻ കണ്ടു. ആ മെഷീൻ നോക്കാൻ വന്നതിൻ്റെ കൂട്ടത്തിൽ ഇവൻ എൻ്റെ കണ്ണ് മൂടി നടക്കണത് മുഴുവൻ ചുറ്റുമുള്ളതും കൂടി നോക്കണേന്. കണ്ട വേറെ എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ ഈ വണ്ടി അകത്തേക്ക് കയറ്റിയത് തന്നെ ഇങ്ങനെയുള്ള തരികട പരിപാടിക്കാണ്. ഇല്ലെങ്കിൽ പൊക്കി അങ്ങോട്ട് വെച്ച് അത്ര വെയിറ്റുള്ള സാധനമല്ലല്ലോ, രണ്ടുപേരുണ്ടല്ലോ. ആ വണ്ടി അകത്തേക്ക് കയറ്റാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ആ മെഷീൻ്റെ മേലൊരു ആപ്പിളിൻ്റെ ഒരു ടാബ് പഴയതാണ്, കുഴപ്പമില്ല, അത് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ആട്ടെ ചോദിച്ചിട്ടെടുത്താണ്. ഈ ഗ്യാപ്പിൽ അമ്മ അകത്തേക്ക് പോയി ഇവൻ ഈ ചുറ്റും നോക്കി കിടക്കണേണ് എന്തൊക്കെയുണ്ടെന്ന്, ഓരോ ചാക്കിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പം ഞാൻ ഈ ബുള്ളറ്റിന് കുറച്ച് സ്പെയർ ഇപ്പോൾ അടുത്ത പോലെ ടെസ്റ്റാണ് വണ്ടി. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പണിയാൻ ചെയ്യാൻ വേണ്ടി വെച്ച സാധനമാണ്. ഇത് നോക്കിക്കോട്ടെ, ഈ ഓട്ടോറിക്ഷ നിർത്തി അമ്മ അകത്താണ് കേട്ടോ. ഈ മെഷീൻ കയറ്റാൻ വേണ്ടി എല്ലാവർക്കും തിരക്കോട്ടാ. അപ്പുറത്ത് ചോദിക്കാത്ത സാധനം എടുക്കണേണ്. ഇത് നോക്കി, വേണ്ട ആ കവറാണ് ആ എടുത്തിട്ടത്, മനസ്സിലായോ? നോക്കി നമ്മളത് വേറൊരു കാര്യത്തിന് വെച്ചാണ് പോട്ടെ എന്നിട്ട്. പക്ഷേ ഈ കവർ എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ചോദിക്കാണ്ട് ആ കവറും പിന്നെ അവിടെ ഇരുന്ന് വെച്ചാൽ കേബിൾ എന്താണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇതണ്ട, ഞാൻ ഈ കവർ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇത് നോക്കിക്കോട്ടെ, ഈ മെഷീൻ ഇവരിത് കയറ്റി കഴിഞ്ഞിട്ട് എന്നിട്ട് അവൻ്റെ മൈൻഡ് നോക്കിക്കോട്ടെ. ഈ അകത്തിരിക്കണ മെഷീനും ചോദിച്ച് മേടിച്ചാണ് അത്. ഓക്കെ, ശേഷം ഇവൻ കറങ്ങി തിരിഞ്ഞിങ്ങനെ നടക്കണം. എന്തിനാണെന്നറിയാം, അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും കിട്ടും. അപ്പം ഞാൻ ആലോചിക്കണേണ്, ഇവിടെ ഇത്രയും ക്യാമറ ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പം മുഴുവൻ ക്യാമറകളെ ക്ലിപ്പ് ചെയ്യാൻ ഇതിനകത്ത് ആടിയിട്ടില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത വീട്ടിലേക്കൊക്കെ ഇവന്മാർ കയറി എന്തായിരിക്കും ഇത് നോക്കി പിന്നെയും വന്ന് നോക്കണേണ് അവിടെ എന്തെങ്കിലും എടുക്കാൻ പറ്റിയുണ്ടാന്ന്. കാരണം അമ്മ അകത്താണ്. ആ ചാക്കിൻ്റെ അകത്തൊക്കെ നോക്കണ ഇതാണ് കാണുന്നത്. അതേപോലെ അപ്പുറത്തൊരു ചാക്കിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ അങ്ങോട്ട് പോയിട്ട് ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാവും നോക്കി. ഇതൊക്കെ ചോദിക്കാണ്ട് കയറ്റണം അതിൻ്റെ കൂട്ടത്തിൽ, മനസ്സിലായോ? ഇമാതിരി ടീംസിനെ നമ്മൾ മലയാളി ആയിക്കോട്ടെ, ഹിന്ദിക്കാരായിക്കോട്ടെ, തമിഴ്നാരായിക്കോട്ടെ, എല്ലാത്തിലും നല്ലതും ചീത്തകരമായിട്ടുള്ള ആൾക്കാരുണ്ട്. വീട്ടിൽ കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളോ രണ്ടുപേരില്ലാണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഒരു സാധനം കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനകത്തേക്ക് പോകേണ്ടവർ ഇത്തിരി വെള്ളം ചോദിച്ചല്ലോ. അപ്പോൾ ആ ടൈമിലാണെങ്കിലും അവർക്ക് എടുക്കാനുള്ളത് എടുക്കും. കാരണം 50 രൂപയുടെ സാധനമാണെങ്കിൽ പോലും ഒരു കുടുംബത്തിൽ കയറി എടുത്ത് കൊണ്ടുപോയാൽ അത് മോഷണം തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ ഈ ഇങ്ങനെയുള്ളവരെ അകത്ത് കയറ്റുമ്പോൾ ശ്രദ്ധിക്കും. രണ്ടുപേരും കൈയൊക്കെ പൊക്കി ആക്ഷനെ കാണിച്ച് ആ ടൈമിൽ നോട്ടം വേറെ പല സ്ഥലങ്ങളിലാണ്, വല്ലതും ഇരിക്കണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്ത് ഒരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ അവരിൽ നിന്ന് നഷ്ടപരിഹാരം മേടിക്കേണ്ടതിനെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ ഈ വീഡിയോ ഞാൻ ഇച്ചിരി ബ്ലർ ചെയ്തിട്ടേക്കണം, നിങ്ങൾക്കൊരു മെസ്സേജിന് വേണ്ടി ഞാൻ ചെയ്തേക്കണം. മറ്റേത് അവരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു വണ്ടി നമ്പറൊക്കെ. അതൊക്കെ നമ്മൾ ഇച്ചിരി ബ്ലർ ചെയ്തിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് തരാൻ വേണ്ടി ഇട്ടേക്കണം. കാരണം ഇങ്ങനെയുള്ളവരെ ഇനി സൂക്ഷിക്കണം. കൊടുക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥിരമായിട്ട് എടുക്കാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ അടുത്തുള്ള ഭദ്രാവതിയില അല്ലെങ്കിൽ സ്ക്രാപ്പില ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. ഇങ്ങനെ പുറത്തുനിന്ന് ദൂരെ നിന്ന് വന്നവർ, ഇത് ഇവർ ആലുവക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് വന്നവരൊക്കെ ഇങ്ങനെയുള്ള ഓരോ പരിപാടി ഇല്ലാത്തവരും ഉണ്ട്, കുറേ പ്രശ്നങ്ങളല്ലാണ്ടും ഉണ്ട്. അപ്പോൾ എന്നാലും ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങളോട് നിങ്ങളോട് പറയേണ്ടത്, അതിനാണ് ഈ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചത്. വാ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഇല്ലാത്ത ദിവസം ഇങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ അതിന് ശേഷം ഈ ക്ലിപ്സൊക്കെ ഇട്ടതിന് ശേഷം തൃക്കാക്കര സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുത്ത് ആ വണ്ടി നമ്പർ വെച്ച് ആളെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ മൊത്തം ഒരു തരികിടായിട്ട് എനിക്ക് തോന്നിയത് ഇവർ. കാരണം ഇവർ വീട്ടിലൊന്നും മലയാളമൊക്കെ പറഞ്ഞെങ്കിലും തമിഴ് ഫാമിലിയാണ്. അപ്പോൾ എനിക്ക് മൊത്തം ഒരു നെഗറ്റീവ് അടിച്ചു. അവിടുന്ന് പോലീസുകാരൻ ഒരു സാറ് ഒരു അരമണിക്കൂറോളം വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കണുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ എടുക്കണ അവരുടെ അമ്മയാണ്. എന്നിട്ട് എന്താ സാറേ കാര്യമെന്ന് ചോദിക്കണത്. അപ്പോൾ എവിടെ നിന്നാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല, എന്താ സാറേ കാര്യമെന്ന് ചോദിക്കണം. അപ്പോൾ തന്നെ ഇവർ ട്രൂ കോളർ നോക്കിയിട്ട് എന്തെങ്കിലും ആയിരിക്കുള്ളൂ വിളിച്ചേക്കണം. ശേഷം വണ്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അവരുടെ ഈ വണ്ടി കണ്ടില്ലേ, ആ ഓട്ടോറിക്ഷ എന്താണ് വർക്ക്ഷോപ്പിലാണെന്ന് പറയും. കാരണം അപ്പോൾ വണ്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണ്ട. അല്ല, എനിക്ക് ഇത്രയും കാര്യം മനസ്സിലായി, പോലീസുകാർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് എന്താണ് എവിടെ നിന്നാണ് വിളിക്കണം സാറേ. അപ്പോൾ സാർ പറഞ്ഞില്ല കേട്ടോ, തൃക്കാക്കര സ്റ്റേഷനിൽ നിന്നാണെന്നൊന്നും പറഞ്ഞില്ല, ഇവിടെ കാക്കനാടുന്നാണ്. ഈ ഒരു വണ്ടിയുടെ കാര്യം ചോദിക്കാനാണ് മോൻ വരുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ട് വെച്ച്. പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് ഇവരോട് ഹാജരാകാൻ പറഞ്ഞപ്പോൾ ഇവർ അമ്മയും മക്കളും കൂടി വന്നേക്കണത്, അല്ലെങ്കിൽ അമ്മയും മോനും പിന്നെ ആ ഇതിൻ്റെ അകത്തുള്ള ഒരുത്തരും കൂടി വന്നേക്കണം. അപ്പോൾ മൊത്തം എനിക്ക് തരികിടായിട്ട് തോന്നി. അപ്പോൾ ഞാനിത് വിടാൻ തയ്യാറായില്ല. കാരണം വീടിൻ്റെ അകത്ത് അത്രയും ക്യാമറ ഇരുന്നിട്ട് ഇവരിത് കയറി നമ്മുടെ കോമ്പൗണ്ടിൽ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വാശിയായി. കാരണം മറ്റൊന്നുമല്ല, അതെനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ മറ്റുള്ളവരെയും കൂടി കണ്ടിട്ടാണ്. കാരണം എൻ്റെ വീട്ടിൽ അത്രയും ക്യാമറയും കാര്യം ഉണ്ടെങ്കിലും ഇതൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു മതിൽ പോലും ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഇവരെന്തൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ പോണത് പാവപ്പെട്ടവരുടെ വീട്ടിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചി വിളിച്ചിട്ട് ചോദിച്ച് അവരുടെ ചിരട്ട എന്തോ നിറച്ച് വെച്ച ചാക്ക്, അപ്പോൾ അതെടുത്ത് കൊണ്ടുപോയി. കാരണം ചിരട്ടയ്ക്ക് ഇപ്പോൾ ഭയങ്കര വില. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദിക്കാരൻ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ അവനും ചോദിച്ചു ചിരട്ട ഉണ്ടാന്ന് എന്നോട്. അപ്പോൾ
അതുപോലും കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ നിയമപാലകരോട് ഇപ്പോഴും ഞാൻ പറഞ്ഞാണ്, എപ്പോഴും നമ്മൾ പറയണേ ഇവർ ഈ മോട്ടോർ വെച്ച വണ്ടി നിർത്തലാക്കണം. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യം? നമ്മളൊരു മോട്ടറും വെച്ചിട്ടൊരു വണ്ടി ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് റോഡിലേക്ക് ഇറങ്ങി ഇവർ സമ്മതിക്കുമോ? അപ്പോൾ ഇപ്പോൾ എന്താണ് കുറേ തൂഫാനും അതുപോലെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ രാഷ്ട്രീയവും പറഞ്ഞ് വരണ്ട. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ആണ് സംസാരിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയവും മതവും അല്ലെങ്കിൽ മറ്റു ഭ്രാന്തികളൊന്നുമില്ല. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വരണം. ഈ മോട്ടോർ വെച്ച വണ്ടി ആദ്യം നിർത്തലാക്കണം. പിന്നെ ഇങ്ങനെയുള്ള ഇവർക്കൊരു ID കാർഡ് കൊടുക്കണം. ഇന്ന വർക്കാണ് ചെയ്യണമെങ്കിൽ അവർ വൈകുന്നേരം 6 മണി തൊട്ട് രാവിലെ 6 മണി വരെയുള്ള ടൈമിൽ ഈ വക പരിപാടിയായിട്ട് ഇറങ്ങരുത്. വണ്ടിയായിട്ട് വേസ്റ്റ് എടുക്കാൻ. ഈ രാത്രി വണ്ടിയായിട്ട് ഇറങ്ങണ തന്നെ കക്കാനത്. ഞാൻ ഇതിന് മുന്നേ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്തിനാണ് ഒരു രാത്രി വണ്ടിയായിട്ട് ഇറങ്ങണം? എന്തോരം പേര് വഴിയിലിട്ടേക്കണം. അത് പാവപ്പെട്ടവൻ്റെ ആയിരിക്കും വീട്ടിൽ സ്ഥലമില്ലാണ്ട് വണ്ടി വഴിയിലിട്ടാണ്. അവൻ്റെ ബാറ്ററി അയച്ചു കൊണ്ടുപോകണം, ടയർ അയച്ചു കൊണ്ടുപോകണം. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ പള്ളിപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ കേബിൾ കൊണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് അറിയാം. ഇപ്പോൾ ദൂരെയുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ കൊച്ചി പോലെയുള്ള സിറ്റി പോലെയുള്ള സ്ഥലത്ത് വന്ന് താമസിച്ചാൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുന്നത്. കുറേ പേര് ഇതിൻ്റെ അത് കമൻറ്റ് ഇട്ട് അതിനോടൊന്നും റിപ്ലൈ ആക്കാനേ പോകാറില്ല. കാരണം അവരുടെ സാഹചര്യമല്ല ഇവിടെ. എന്താണെന്നുള്ളത് ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അത്ര പറയാനുള്ളത് നിങ്ങളോട് തർക്കിക്കുക നമ്മളില്ല. ഓക്കെ, അപ്പോൾ ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊരു ക്യാമറ ആണെങ്കിൽ പോലും, ഞാൻ പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ ആണെങ്കിൽ പോലും ഞാൻ എപ്പോഴും അസോസിയേഷനിലൊക്കെ ഒരു മെസ്സേജ് വിടുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഏരിയയിൽ കാശുകാരുണ്ടെങ്കിൽ അവരോട് 2 ക്യാമറ പുറത്തേക്ക് വെക്കാൻ പറ. അവിടെ DVR-ഉം അതിൻ്റെ യൂണിറ്റൊക്കെ ഹാളിൽ തന്നെ വെക്കാൻ പറ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോലീസുകാർ വന്നാൽ നിങ്ങളുടെ റൂമിലേക്കൊന്നും കൊണ്ടുപോകണ്ട, ഹാളിൽ തന്നെ ഇരുന്നവർ ചെക്ക് ചെയ്ത് എടുക്കാനുള്ള ക്ലിപ്പ് എടുത്തോളൂ. മനസ്സിലായി? പിന്നെ ഇപ്പോഴായി പിന്നെ DVR-ഒക്കെ എടുത്തുകൊണ്ട് പോകേണ്ടത് കേട്ടോ, അതൊക്കെ തെറ്റാണ്. അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം മാറ്റണം. ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ, ഞാൻ പലപ്പോഴും ഒരു ആക്സിഡൻറ്റ് കാര്യമായിട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട് ഞാൻ പോലീസുകാർ വന്ന് ഇവിടുന്ന് DVR എടുത്തുകൊണ്ട് അവർക്കൊന്ന് ക്ലിപ്പ് എടുക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് DVR-ഒക്കെ എടുത്തുകൊണ്ട് പോയാൽ എങ്ങനെ ഒരാൾ പിന്നെ തന്നെ നല്ലൊരു കാര്യം ചെയ്യും? അപ്പോൾ ഞാൻ ഈ നിങ്ങളുടെ ഏരിയയിലുള്ള കാശുകാരും പാവപ്പെട്ടവരും വേർതിരിച്ച് കണ്ടതല്ല. കാശുകാർ പറ്റുമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിങ്ങൾ ഓരോ ജംഗ്ഷനിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വാതിക്കലൊരു ക്യാമറ ഒക്കെ അതുകൊണ്ട് ഗുണം ചെയ്യണത് മറ്റു പലർക്കായിരിക്കും. കാരണം നിങ്ങളുടെ വീടിൻ്റെ അകത്തേക്ക് കയറില്ല. അപ്പോൾ പട്ടിക ഉണ്ടാവും, വലിയ മതിലായിരിക്കും, വലിയ ഗേറ്റ് ആയിരിക്കും. പക്ഷേ കൂടുതലും പോണ നിങ്ങളുടെ അയൽവാസികളായ പാവപ്പെട്ടവരായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ക്യാമറ ഉണ്ട്, അവർക്കും ഗുണം ചെയ്യണതാണ്. അപ്പോൾ അതും കൂടി കണ്ടറിഞ്ഞൊക്കെ ചെയ്യുക പറ്റുമെങ്കിൽ അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യണതാണ്. പലർക്കും പറ്റില്ല, അവരവരുടെ കാര്യം നോക്കി നമ്മളെ ബാധിക്കാനുള്ളല്ലോ. അപ്പുറത്തൊരു തന്നെ എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ ബാധിക്കാനുള്ളതെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും പേര്. എല്ലാവരും അങ്ങനെയാണെന്നല്ല. അപ്പോൾ എന്തായാലും ഇത് ഞാൻ വിടാൻ തയ്യാറായില്ല. ഞാൻ ഇത് കംപ്ലയിൻറ്റ് കൊടുത്തു. അവരെ വിളിപ്പിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ ബൈക്ക് ബുള്ളറ്റിൻ്റെ വിൻറ്റേജ് കുറച്ച് ഐറ്റംസ് അതിൻ്റെ അകത്ത് ഉണ്ടായി. എനിക്ക് വേണമെങ്കിൽ 10,000 രൂപയുടെ മേലിൽ സാധനം ഉണ്ടായി. എന്തായാലും ഒരു 8,000 രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കട്ടക്ക് പിടിച്ചു. ആ 8,000 രൂപ ഞാൻ മേടിച്ചാൽ വേണ്ടിയതാണ്. ഇനി മേലിൽ അവൻ്റെ എന്താണ് ഉള്ളിൽ നിന്ന് പോരുത്, മേലൊരു വീട്ടിൽ പോയി ഇത് ചെയ്യരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഊരിൽ വന്ന് ഉങ്ങളുടെ അമ്മ ഒട്ടും ഇരിക്കുമ്പോൾ ഞാൻ എന്താമാതിരി പണി ചെയ്താൽ നീ എന്നാ പണിയിടുമെന്ന് ചോദിച്ചു അവനോട്. അപ്പോൾ അവനെല്ലാം സമ്മതിച്ചിട്ടോ. അവൻ SI വിളിപ്പിച്ചപ്പോഴാണ്, SI വിളിച്ചപ്പോഴാണെങ്കിൽ എന്നുള്ള കാര്യമൊക്കെ അവൻ സമ്മതിച്ചു. അങ്ങനെ ഇതിൻ്റെ കാശ് എന്ന് കോംപ്രമൈസ് ചെയ്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പോലീസുകാരൊന്നും പറഞ്ഞില്ല. എന്നാലും ഞാൻ എൻ്റെ മര്യാദ വെച്ച് ചെയ്തതാണ്. എന്നാലും ഇതൊരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് തന്നാണ്, വിട്ടുകളയരുത്. അതിനാദ്യം വേണ്ടത് നിങ്ങളുടെ നാട്ടിലുള്ള വാർഡ് ഗ്രൂപ്പുകൾ, വാർഡ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയകരിച്ച് കാണണ്ട, അല്ലെങ്കിൽ അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷൻ ഗ്രൂപ്പൊക്കെ ഒരുമിച്ച് പോട്ടെ. ഇതിൻ്റെ തലപ്പത്തിരിക്കണ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒറ്റക്കെട്ടായിട്ട് പോകാൻ പറ്റിയ ആൾക്കാരെ ഇരുത്തുക. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരോടും ഒറ്റക്കെട്ടായിട്ടും തിരിച്ച് നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയാവുള്ളൂ. അതിൻ്റെ അകത്തും എല്ലാത്തിലും രാഷ്ട്രീയമാണ്. എന്താ പറയുക എനിക്കറിയില്ല, എപ്പോഴെങ്കിലും അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലുണ്ടെങ്കിലും ഇതുപോലെ വെറുതെ വിട്ട് കളയരുത് കേട്ടോ. നമ്മൾ തെളിവടക്കം വെച്ച് അവരെ ലോക്ക് ചെയ്യണം. കാരണം ഇത് ശരിയല്ല ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത്. കാരണം കുറേ പാവപ്പെട്ടവരെ കട്ട് നിന്നുകൊണ്ടിരിക്കണവർ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.